ഇന്നത്തെ വചനചിന്തയ്ക്കായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും. ഈ പ്രഭാതത്തിൽ നാം യേശുവിനോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സും ഹൃദയവും ദൈവവചനം സ്വീകരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കുമാറാകട്ടെ. അത് കേവലം ഒരു അറിവായില്ല, മറിച്ച് ജീവൻ നൽകുന്ന ഒരു അനുഭവമായി തീർക്കാൻ നമുക്ക് ദൈവവരങ്ങൾ ഏൽപ്പിക്കാം. തടവിൽ കിടക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മോചനത്തിനായല്ല, മറിച്ച് ദൈവവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ, ദൈവവചനത്തിന്റെ വെളിപ്പാട് പ്രാപിപ്പാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, യഥാർത്ഥ സ്വാതന്ത്ര്യം ആത്മാവിലാണ് ലഭിക്കേണ്ടത്, ശരീരത്തിലല്ല. ഈ ദൈവിക വെളിപ്പാടിനാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. കാരണം വചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവവചനം വെറും അക്ഷരങ്ങൾ മാത്രമായിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ജീവൻ ലഭിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാവുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വചനം മാറ്റങ്ങളെ കൊണ്ടുവരുന്നത്, നന്മകളെയും ദൈവപ്രവൃത്തികളെയും വെളിപ്പെടുത്തുന്നത്. അതിനാൽ നമുക്ക് ദൈവിക വെളിപ്പാടുകൾ പ്രാപിപ്പാൻ നമ്മളെ തന്നെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രം ആക്കുമെന്ന് യേശു പറയുവാൻ ഇടയായിട്ട് തീരുന്നു. ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് ഒരു പുതിയ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ വെളിച്ചം നമ്മളിലെ എല്ലാ ഇരുട്ടിനെയും അജ്ഞതയും ഇല്ലാതാക്കുന്നു. ഇരുട്ടാണ് ബന്ധന കാരണമായി തീരുന്നത്, എന്നാൽ സത്യമാവുന്ന വെളിച്ചം നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാടുകളാൽ നമ്മളെ നിറയ്ക്കുവാനും നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും വാതിൽ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനം വെറും അക്ഷരമായിട്ടല്ല, മറിച്ച് ജീവൻ നൽകുന്ന അനുഭവമാക്കി എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സത്യത്തെ അറിഞ്ഞ് അതിൽ ജീവിച്ച് സ്വതന്ത്രമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങയുടെ വചനം വെളിപ്പെടുത്തി തരണമേ. അത് കേവലം അക്ഷരമായിട്ടല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ജീവന്റെ ശക്തിയായി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് സത്യത്തിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും യേശുവിന് സാക്ഷിയായി അങ്ങയുടെ വെളിച്ചമായി ജീവിപ്പാൻ വചനത്തിന്റെ വെളിപ്പാടിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കണം, അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.